ഹായ് ഫ്രണ്ട്സ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ക്രൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിസ്റ്റമിക് സർക്കുലേഷനെ പറ്റിയിട്ടാണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സർക്കുലേഷൻ ഓഫ് ബ്ലഡ് രണ്ട് രീതിക്കാണ് നടക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് പൾമോണറി സർക്കുലേഷൻ, സെക്കൻഡ് ആണ് സിസ്റ്റമിക് സർക്കുലേഷൻ. പൾമോണറി സർക്കുലേഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിസ്റ്റമിക് സർക്കുലേഷനെ പറ്റിയിട്ടാണ്. Systemic circulation is the most extensive part of the cardiovascular system. While the pulmonary circuit is only about 1/8 the length of the systemic circuit, the systemic system must provide high pressure delivery to every corner of the body, from the top of the brain to the tip of the toe. അതായത് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. പൾമണറി സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സിസ്റ്റമിക് സർക്യൂട്ടിൻ്റെ ഒരു 1/8 ആണ് വരുന്നത് ലെങ്ത് എന്ന് പറയുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാം, അത്രയും പൾമണറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്രയും വലുതാണ് സിസ്റ്റമിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. സിസ്റ്റമിക് സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഹൈ പ്രഷർ ആയിരിക്കും, കാരണം നമ്മുടെ ബ്രെയിൻ തൊട്ട് താഴെ ടിപ്പിലുള്ള ടോ വരെ എല്ലാ സെൽസിനും നമ്മുടെ സിസ്റ്റമിക് സർക്യൂട്ട് വഴിയാണ് ബ്ലഡ് എത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ സിസ്റ്റമിക് സർക്യൂട്ടിൽ പ്രഷറും റെസിസ്റ്റൻസും കൂടുതലായിരിക്കും കമ്പയർ ടു പൾമണറി സർക്യൂട്ട്. The anatomical roadmap. The systemic circuit begins and ends at the heart, following this rigorous hierarchy of vessels. സിസ്റ്റമിക് സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും ഹാർട്ടിലാണ്. അത് കണക്ക് തന്നെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ വെസൽസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് ബ്രെയിൻ തൊട്ട് നമ്മുടെ ടിപ്പ് ആയ ടോ വരെ എല്ലായിടത്തോട്ടും ബ്ലഡ് എത്തിക്കുന്നത് കുറേ വെസൽസ് യൂസ് ചെയ്തിട്ടാണ്. സോ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത്. കാരണം ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അയോട്ട വന്ന് അറ്റാച്ച് ചെയ്യുന്ന ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ്. അപ്പം ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിലെ വോൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് 3 times തിക്കർ ആയിരിക്കും റൈറ്റ് വെൻട്രിക്കിളിനെ കാട്ടി. കാരണം ഈ അയോട്ടയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അയോട്ടയിൽ ഹൈ റെസിസ്റ്റൻസ് ആണ്. ഈ ഹൈ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ വോള് ഭയങ്കര തിക്കനായിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അയോട്ട. ദ ബോഡീസ് പ്രൈമറി ട്രങ്ക് ലൈൻ. ഇറ്റ് എക്സിസ്റ്റ് ദ ഹാർട്ട്, ആർച്ചസ് the aortic arch and travels down through the chest and abdomen. അയോട്ടയ്ക്ക് 3 ബ്രാഞ്ചസ് ആണ് മെയിനായിട്ടുള്ളത്: അസെൻഡിങ് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട ആൻഡ് ഡിസെൻഡിങ് അയോട്ട. ഈ അയോട്ട വഴിയായിരിക്കും നമ്മുടെ ബോഡിയിലോട്ട് ഫുള്ള് അപ്പർ പാർട്ടിലോട്ടും ലോവർ പാർട്ടിലോട്ടും ഒക്കെ ബ്ലഡ് എത്തുന്നത് ഈ അയോട്ടയുടെ ബ്രാഞ്ചസ് വഴിയായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതാണ് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ഈ അയോട്ട വന്ന് കണക്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ടാണ്. ഇവിടെ നിന്ന് വന്നിട്ട് ഇതാണ് അസെൻഡിങ് അയോട്ട എന്ന് പറയുന്നത്, ഈ പോർഷനാണ്. ഇതാണ് ആർച്ച് ഓഫ് അയോട്ട. എന്നിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ഡിസെൻഡിങ് അയോട്ട. ഇങ്ങനെ 3 പാർട്ടായിട്ടാണ് അയോട്ടനെ മെയിനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോന്നിനും കുറച്ച് ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് മോളോട്ടുള്ള മേജർ ആർട്ടറീസ് ആണ്. അതായത് ഹാർട്ട് ലെവലിൽ നിന്ന് മോളോട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന മേജർ ആർട്ടറീസ് ആണ് ഈ ഫിഗറിൽ കാണുന്നത്. ഇതിൽ നമുക്ക് അസെൻഡിങ് അയോട്ടയും കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ പോർഷനാണ് അസെൻഡിങ് അയോട്ട എന്ന് പറയുന്നത്. ഇവിടെ വരുന്നതാണ് ആർച്ച് ഓഫ് അയോട്ട. ഈ 2 പോർഷനിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അസെൻഡിങ് അയോട്ടയിൽ നിന്ന് മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചാണ് കൊറോണറി എന്ന് പറയുന്നത്, കൊറോണറി ആർട്ടറി. അതായത് റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. റൈറ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി ഉണ്ട്. പിന്നെ വരുന്ന ആർച്ച് ഓഫ് അയോട്ട. ആർച്ച് ഓഫ് അയോട്ടയിൽ കുറച്ചധികം ബ്രാഞ്ചസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ആക്സിലറി ആർട്ടറി എന്ന് പറയും, രണ്ടാമത്തേത് സബ്ക്ലേവിയൻ ആർട്ടറി, മൂന്നാമത്തേത് വെർട്ടിബ്രൽ ആർട്ടറി, നാലാമത്തേത് കോമൺ കാരോട്ടറി ആർട്ടറി. ഇങ്ങനെ 4 ആർട്ടറീസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഇത് റൈറ്റും ലെഫ്റ്റും ഉണ്ട്. അതായത് ഇപ്പോൾ സബ്ക്ലേവിയൻ ആണെങ്കിൽ തന്നെ റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറി ഉണ്ട്, ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി ഉണ്ട്. അതെനിക്ക് ഇപ്പോൾ കോമൺ കാരോട്ടറി ആണെങ്കിൽ റൈറ്റും ഉണ്ട്, അത് ലെഫ്റ്റും ഉണ്ട്. അങ്ങനെ എല്ലാം റൈറ്റും ലെഫ്റ്റും വെച്ചിട്ട് 2 സൈഡിലോട്ട്, അത് നമ്മുടെ ബോഡിയുടെ 2 സൈഡിലോട്ടും പോകാനായിട്ട് ബ്രാഞ്ചസ് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ഇതെന്ന് പറയുന്നത് മേജർ ആർട്ടറീസ് ഇൻഫീരിയർ ടു ദ ഹാർട്ട്. അതായത് ഹാർട്ടിന് താഴോട്ട് പമ്പ് ചെയ്യണ മേജർ ആർട്ടറീസ് ആണ് ഈ ഫിഗറിൽ കാണുന്നത്. അതായത് ഡിസെൻഡിങ് അയോട്ടയിൽ നിന്ന് വന്നിട്ടുള്ള ബ്രാഞ്ചസ് ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹെപ്പാറ്റിക് ആർട്ടറി ഉണ്ട്, അത് കണക്ക് തന്നെ സുപ്രാ റീനൽ ആർട്ടറീസ്, റൈറ്റ് റീനൽ ആർട്ടറി, അങ്ങനെ റൈറ്റ് ഗൊണാഡൽ ആർട്ടറി, റൈറ്റ് കോമൺ ഇലിയാക് ആർട്ടറി, അങ്ങനെ കുറേ ആർട്ടറീസ് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അത് താഴോട്ട് നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നതാണ് ഈ ആർട്ടറീസ് വഴി. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ റീനൽ ആർട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം കിഡ്നിയിലോട്ട് ബ്ലഡ് എത്തുന്നത് ഈ റീനൽ ആർട്ടറി വഴിയായിരിക്കും. അങ്ങനെ നമുക്ക് ഓരോ സൈഡിലോട്ടും ബ്ലഡ് എത്തുന്നത് ഓരോ ബ്രാഞ്ചസ് വഴിയായിരിക്കും. The muscular arteries. These branches of the aorta, example femoral, brachial, renal, they contain a high percentage of smooth muscle to help the pipe the blood to specific organs. So ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ സ്പെസിഫിക് ഓർഗൻസ്, അതായത് ഇപ്പോൾ റീനൽ ആർട്ടറി നമുക്കറിയാൻ പറ്റും കിഡ്നിയിലോട്ടാണ് റീനൽ ആർട്ടറി പോകുന്നത്. അപ്പോൾ കിഡ്നിക്ക് വേണ്ട ബ്ലഡ് എത്തുന്നത് ഈ റീനൽ ആർട്ടറി എന്ന് പറഞ്ഞ ബ്രാഞ്ച് വഴിയായിരിക്കും. അങ്ങനെ ഓരോ സൈഡിലോട്ട് ഓരോരോ ബ്രാഞ്ചസ് ഉണ്ട്. Next is arterioles. These are the resistance vessels. By constricting and dilating, they act as a primary controller of blood pressure and determine exactly which tissue get blood at any given moment. അതായത് ഈ ആർട്ടീരിയോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കൺസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴും ഡയലേറ്റ് ചെയ്തിട്ടൊക്കെയാണ്, ഇതായിരിക്കും മെയിനായിട്ട് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഈ ആർട്ടീരിയോൾസ് ആയിരിക്കും. അത് കണക്ക് തന്നെ ഈ ആർട്ടീരിയോൾസ് ആയിരിക്കും ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ഏത് ടിഷ്യൂലോട്ട് ഏത് ടൈമിൽ എപ്പോൾ ബ്ലഡ് എത്തിക്കണം എന്നുള്ളത്. സോ ഇതാണ് ആർട്ടീരിയോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ എക്സ്ചേഞ്ച് സൈറ്റ്, ദറ്റ് ഈസ് മൈക്രോ സർക്കുലേഷൻ. കാപ്പിലറീസ്. ദീസ് വെസൽസ് ആർ ഓൺലി 1 cell thick. Blood slow down here to its lowest velocity, approximately 0.1 cm/s, allowing time for exchange. കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാപ്പിലറീസിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ എക്സ്ചേഞ്ച് നടക്കുന്നത്. ബ്ലഡ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്സിജനേറ്റഡ് ബ്ലഡും ഡിയോക്സിജനേറ്റഡ് ബ്ലഡും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഈ കാപ്പിലറീസിൻ്റെ അവിടെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 1 cell thick, അതായത് അത്രയും തിക്നെസ് ഭയങ്കര കുറവായിരിക്കും കാപ്പിലറീസിന്. അതിനൊക്കെ ഇവിടെ ബ്ലഡ് കുറച്ചും കൂടി സ്ലോ ഡൗൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വെലോസിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്രോക്സിമേറ്റ്ലി എത്രയാണ് 0.1 cm/s ആയിരിക്കും ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യാൻ, നമ്മുടെ ബ്ലഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത്. സോ നെക്സ്റ്റ് ഇസ് ദ റിട്ടേൺ ജേർണി, ദാറ്റ് ഈസ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ കേസിലാണെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ട വഴി, അയോട്ടയുടെ ബ്രാഞ്ചസ് വഴി എങ്ങനെയാണ് ആർട്ടീരിയോൾസ് വഴി വന്നിട്ട് അത് കാപ്പിലറീസ് വഴി എക്സ്ചേഞ്ച് ആവുന്നു. ഇനി പറയണത് റിട്ടേൺ ജേർണിയാണ്. അതായത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങനെ നമ്മുടെ ഹാർട്ടിലോട്ട് തിരിച്ചെത്തുന്നു എന്നാണ് പറയണത്. The first one is venules. Venules, the smallest vessel that gather blood from the capillary buds. കാപ്പിലറീസിനെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് വെന്യൂൾസ്. നമുക്കറിയാം വീനക്കാവ പിന്നെ വെയിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, വെയിൻസ് വെന്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. വെന്യൂൾസ് ഒന്ന് കാപ്പിലറീസിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വെന്യൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും അതാണ് പറഞ്ഞത് സ്മോളസ്റ്റ് വെസലായിരിക്കും. നെക്സ്റ്റ് ഇസ് വെയിൻ. These are the capacitance vessels holding about 65% of your total blood volume at any time. Because the pressure is low here, that is less than 10 mmHg, they use one-way valve and the skeletal muscle pump to push blood back up against gravity. veins എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റൻസ് വെസൽ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബോഡിയുടെ ബ്ലഡ് വോളിയത്തിൻ്റെ ഒരു 65% നമ്മുടെ വെയിൻസിലായിരിക്കും ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇവിടുത്തെ പ്രഷറും കുറവായിരിക്കും കമ്പയർഡ് ടു ആർട്ടറീസിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ 10 mmHg ആയിരിക്കും. നെക്സ്റ്റ് ഇസ് വീന കേവ. ദ സുപ്പീരിയർ അപ്പർ ബോഡി ആൻഡ് ഇൻഫീരിയർ ലോവർ ബോഡി വീന കേവ ഡെലിവർ ബ്ലഡ് ബാക്ക് ടു ദ റൈറ്റ് ഏട്രിയം. താഴെ നിന്നും വരുന്ന ബ്ലഡ് ഇൻഫീരിയർ വീന കേവ വഴിയും ഹാർട്ടിൻ്റെ മേലെ നിന്നുള്ള ബ്ലഡ് സുപ്പീരിയർ വീന കേവ വഴിയും റൈറ്റ് ഏട്രിയത്തിലോട്ട് തിരിച്ചെത്തുന്നു. സോ ഇതാണ് ഫ്രം ഹാർട്ടിൽ നിന്നും ആർട്ടറീസ് വഴി ബ്ലഡ് വരുന്നു. അങ്ങനെ ആർട്ടീരിയോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കാപ്പിലറീസിൻ്റെ അവിടെ വന്നിട്ട് എക്സ്ചേഞ്ച് ഓഫ് ബ്ലഡ് നടക്കുന്നു. സോ ഇവിടെ തിരിച്ചെന്ന് പറയുമ്പോഴത്തേക്കും കാപ്പിലറീസിൽ നിന്നും ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് വഴി വെന്യൂൾസ് വഴി വെയിൻ വഴി ഹാർട്ടിലോട്ട് തിരിച്ചെത്തുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡും ഡിയോക്സിജനേറ്റഡ് ബ്ലഡും നമ്മൾ എക്സ്ചേഞ്ച് നടക്കുന്ന സൈറ്റാണ് ഈ കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എക്സ്ചേഞ്ച് ഓഫ് ബ്ലഡ് നടക്കുന്നതും. സിസ്റ്റമിക് സർക്കുലേഷൻ്റെ ഒരു കോമൺ ഓവറോൾ ഇതാണ് പറയുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ടയിലേക്ക് ബ്ലഡ് എത്തുന്നു. അയോട്ടയിൽ നിന്നും അയോട്ട ഡിവൈഡ് ചെയ്തിട്ട് ആർട്ടറീസ് ആയി മാറുന്നു. ആർട്ടറീസിൻ്റെ സ്മോൾ യൂണിറ്റായ ആർട്ടീരിയോൾസ് ആവുന്നു ഡിവൈഡ് ചെയ്തിട്ട്. ബാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മേജർ ആർട്ടറീസ് വഴി എല്ലായിടത്തോട്ടും ബ്ലഡ് എത്തിക്കാൻ പറ്റില്ല. അപ്പം നമുക്കറിയാം കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ടായിരിക്കും കുഞ്ഞു സെൽസിലോട്ടും ഒക്കെ എത്തുന്നത്. ആർട്ടറീസ് പിന്നെ സ്മോൾ യൂണിറ്റ് ആവുന്നുണ്ട്. അതാണ് ആർട്ടീരിയോൾസ് എന്ന് പറയുന്നത്. ആർട്ടീരിയോൾസ് ഒന്ന് കണക്ട് ചെയ്യുന്നതാണ് കാപ്പിലറീസ്. കാപ്പിലറീസ് വെച്ചിട്ടാണ് എക്സ്ചേഞ്ച് നടക്കുന്നത് ബ്ലഡിൻ്റെ. കാപ്പിലറീസ് വന്ന് പിന്നെ കണ്ടാണ് വെന്യൂൾസ്. അതായത് വീനക്കാവയുടെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് വെന്യൂൾ എന്ന് പറയുന്നത്. ഈ വെന്യൂൾ പോയിട്ട് വെയിനായിട്ട് കണക്ട് ചെയ്യുന്നു. വെയിൻ പോയി വീനക്കാവ, അതായത് നമുക്ക് 2 വീനക്കാവയാണുള്ളത്. സുപ്പീരിയർ വീനക്കാവയുണ്ട്, ഇൻഫീരിയർ വീനക്കാവയുണ്ട്. അങ്ങനെ വീനക്കാവയിൽ പോയി അറ്റാച്ച് ചെയ്തിട്ട് റൈറ്റ് ഏട്രിയത്തിലെത്തുന്നു. അങ്ങനെ പിന്നെ സാധാ പോലെ സർക്കുലേഷൻ നടന്ന് പിന്നെയും പ്യൂരിഫൈ ആയിട്ട് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നു. സോ ഇതും ആ സെയിം തന്നെയാണ് പറയുന്നത്. വീനസ് ബ്ലഡ് ഫ്രം ദി അപ്പർ ലിം ഹെഡ് ആൻഡ് നെക്ക്. അതായത് മുകളിൽ നിന്നുള്ള ബ്ലഡ്
വീനസ് ബ്ലഡ്, അതായത് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എവിടെ നിന്നൊക്കെയാണ്? നമ്മുടെ ബ്രെയിനിൽ നിന്നും, അതെനക്ക് തന്നെ അപ്പർ ലിംബിൽ നിന്നും, അതെനക്ക് തന്നെ ഹെഡ് ആൻഡ് നെക്ക് റീജിയനിൽ നിന്നൊക്കെ വരുന്ന ബ്ലഡ്, ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സുപ്പീരിയർ വീനക്കാവ് വഴി വരുന്നു. താഴെ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഇൻഫീരിയർ വീനക്കാവ് വഴി വരുന്നു. അങ്ങനെ റൈറ്റ് ഏട്രിയത്തിലോട്ട് വരുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകണം. റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോയിട്ട് അവിടെ നിന്നും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമോണറി ആർട്ടറി വഴി അത് ലങ്സിലോട്ട് ഇരുന്നു. ലങ്സ് വെച്ചിട്ട് ഈ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്യൂരിഫൈ ആയിട്ട് തിരിച്ച് 4 പൾമോണറി വെയിൻസ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് വരുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ട വഴി തിരിച്ച് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ സർക്കുലേറ്റ് ചെയ്തിട്ട് അപ്പർ ബോഡി പാർട്ടിലോട്ടും ലോവർ ബോഡി പാർട്ടിലോട്ടും ബ്ലഡ് പോകണം. Next is the internal respiration, the molecular exchange. This is the systemic counterpart to what happens in the lungs. It is the exchange of gases between the systemic capillaries and tissue cells. Oxygen uploading. So ഇത് നമ്മൾ ബേസിക് ആയിട്ട് ഫിസിക്സ് പറയുന്ന സംഭവമാണ് ഇവിടെ വരുന്നത്. അതായത് നമുക്കറിയാം എപ്പോഴും കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്തു നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. സെയിം ആസ് ദാറ്റ് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും പ്രഷർ, ഓക്സിജൻ, ടിഷ്യൂസ് എപ്പോഴും ഓക്സിജൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ടിഷ്യൂസിൽ ഓക്സിജൻ യൂസ് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അവിടെ ഓക്സിജൻ്റെ ലെവൽ കുറയും. അതാണ് പറയുന്നത് നമ്മൾ ടിഷ്യൂസിലെ ലെവൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൽസിലെ ലെവൽ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 40 mmHg, അതായത് ലോ ആയിരിക്കും കമ്പയർ ടു ബ്ലഡിലെന്ന് പറയുമ്പോഴത്തേക്കും 95 mmHg ഒക്കെയാണ് വരുന്നത്. സോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ നേരെ എന്ത് ചെയ്യും? കൂടിയെടുത്തൊന്നും കുറഞ്ഞെടുത്തോട്ട് ഓക്സിജൻ്റെ ഷിഫ്റ്റ് നടക്കും, അല്ലെങ്കിൽ ബ്ലഡ് എക്സ്ചേഞ്ച് ആവും. അതായത് ഇപ്പോൾ ടിഷ്യൂവിൽ കുറവാണ്, ബ്ലഡിൽ കൂടുതലാണ്. അപ്പോൾ ബ്ലഡിൽ നിന്നും ഓക്സിജൻ കൂടിയ സ്ഥലത്ത്, അതായത് ബ്ലഡിൽ നിന്നും ഓക്സിജൻ കുറഞ്ഞ സ്ഥലമായ സെൽസിലോട്ട് ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കും. കാർബൺ ഡൈ ഓക്സൈഡ് ലോഡിങ്, അതായത് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നേരെ തിരിച്ചു വരും. അതായത് നമ്മൾ സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് CO2, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും സെൽസിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവെന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതലായിരിക്കും സെൽസിൽ. അതായത് ഒരു 45 mmHg ആയിരിക്കും സെൽസിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ബ്ലഡിൽ വരുവാണെങ്കിൽ ഒരു 40 mmHg ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ CO2 മൂവ് ചെയ്യും. CO2 എവിടെ നിന്ന് മൂവ് ചെയ്യും? CO2 സെൽസിൽ നിന്നും ബ്ലഡിലോട്ട് മൂവ് ചെയ്യും. അതായത് സെൽസിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ഉള്ളത്, അതുകൊണ്ട് തന്നെ സെൽസിൽ നിന്നും ബ്ലഡിലോട്ട് മൂവ് ചെയ്യും. അതാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. നെക്സ്റ്റ് ഈസ് ബോർ എഫക്റ്റ്. ബോർ എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ടിഷ്യൂസ് ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന 2 കാര്യമാണ്. ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും, രണ്ടാമത്തെ ലാക്റ്റിക് ആസിഡും. നമുക്ക് അപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ലാക്റ്റിക് ആസിഡ് നമ്മൾ അസിഡിറ്റി അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ടിഷ്യൂസിലെ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അസിഡിക് ആയിരിക്കും. അസിഡിറ്റി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അവിടെ നിന്നും ഓക്സിജൻ വിടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന O2നെ അവിടെ നിന്ന് മാറ്റാനായിട്ട് ഈ അസിഡിറ്റി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളിപ്പം ചില സെൽസ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ടും ഓക്സിജൻ യൂസ് ചെയ്യുമായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് കൂടുതൽ അസിഡിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം ബൈ പ്രോഡക്റ്റ് ആയിട്ട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്, CO2 ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ടും ഓക്സിജൻ വേണ്ടി വരും. അങ്ങനത്തെ സൈഡ് എത്തുമ്പോഴത്തേക്കും ഈ അസിഡിറ്റി കൊണ്ട് അവിടുന്ന് വെച്ചിട്ട് HB നിന്നും ഓക്സിജൻ വിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള കൂടുതൽ ഓക്സിജൻ ആ ടിഷ്യൂവിൽ എത്തുന്നു. അതാണ് ബോർ എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഹീമോഡൈനാമിക്, ദാറ്റ് ഈസ് പ്രഷർ ആൻഡ് ഫ്ലോ. അതായത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫ്ലോ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ബൈ റെസിസ്റ്റൻസ്, എന്തോരം പ്രഷറും എന്തോരം റെസിസ്റ്റൻസും ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫ്ലോ എന്ന് പറയുന്നത്. ദ ഫോർത്ത് വൺ ഈസ് സ്പെഷ്യലൈസ്ഡ് സിസ്റ്റമിക് പോർട്ടൽ. ഹാർട്ടിലോട്ട് തിരിച്ച് ബ്ലഡ് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ഈ സിസ്റ്റമിക് ബ്ലഡ് ഏതെങ്കിലും ഒരു കാപ്പിലറി ബെഡിൽ കൂടെയെങ്കിലും പാസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഹാർട്ടിലോട്ട് എത്തുന്നത്. പക്ഷേ ഇവിടെ ഒരു എക്സെപ്ഷൻ കേസ് എന്ന് പറയുന്നത് പോർട്ടൽ സർക്കുലേഷൻ്റെ കേസിലാണ്. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം, ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്നുള്ള ബ്ലഡൊക്കെ ഫസ്റ്റ് നമ്മുടെ ലിവറിലോട്ട് എത്തുന്നു. ലിവറിൽ വെച്ചിട്ട് ഇത് ഡീടോക്സിഫൈ ചെയ്തിട്ടായിരിക്കും റെസ്റ്റ് ഓഫ് ദ ബോഡിയിലോട്ട് പോകുന്നത്. റീനൽ സിസ്റ്റത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡ് കിഡ്നിയിലോട്ട് വരുന്നു. കിഡ്നിയുടെ അവിടെ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് മെറ്റബോളിക് വേസ്റ്റസ് ഒക്കെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്, അതിനൊക്കെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ബാലൻസ് ചെയ്യുന്നത് ഈ റീനൽ സിസ്റ്റം വഴിയായിരിക്കും. ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹൈപ്പോതലാമസിനെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ ട്രാൻസ്പോർട്ട് പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട്. ഫിഫ്ത്ത് വൺ ഈസ് റെഗുലേഷൻ ഓഫ് ദി സിസ്റ്റം, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഓട്ടോ റെഗുലേഷൻ. അതായത് നമ്മുടെ ബോഡി എപ്പോഴും സെയിം എമൗണ്ട് ഓഫ് ബ്ലഡ് ആയിരിക്കത്തില്ല എല്ലാ സ്ഥലത്തോട്ടും എത്തിക്കുന്നത്, അവിടെ ചേഞ്ചസ് വരും. ദാറ്റ് ഈസ് ഓട്ടോ റെഗുലേഷൻ. ടിഷ്യൂസ് ലൈക്ക് ദ ബ്രെയിൻ ആൻഡ് ഹാർട്ട് ക്യാൻ ഡൈലേറ്റ് ദെയർ ഓൺ വെസൽസ് ഇഫ് ദേ ഡിറ്റക്ട് എ ഡ്രോപ്പ് ഇൻ ഓക്സിജൻ ഓർ എ ബിൽഡപ്പ് ഓഫ് വേസ്റ്റ്.
അതായത് നമ്മുടെ ബ്രെയിനും ഹാർട്ടും പോലെയുള്ള ബ്രെയിനിലും ഹാർട്ടിലുള്ള ടിഷ്യൂസിനൊക്കെ പെട്ടെന്ന് തന്നെ ഓക്സിജൻ്റെ കുറവോ അല്ലെങ്കിൽ ഇപ്പം വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് അതിന് സ്വന്തമായിട്ട് ഡയലേറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു കേസിൽ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങോട്ട് എത്തുന്ന ബ്ലഡിൻ്റെ അളവ് കൂടുതലായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ മാത്രം. അതായത് ഇപ്പം CO2 പെട്ടെന്ന് അടിഞ്ഞുകൂടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ഡയലേറ്റ് ചെയ്യുന്നു, അപ്പോൾ അങ്ങോട്ട് മോർ ബ്ലഡ് എത്തുന്നു. ആ ടൈമിൽ ഇതേപോലെ തന്നെ റെഗുലേറ്ററി സിസ്റ്റം ആയിരിക്കത്തില്ല, അവിടെ ഒരു വ്യത്യാസം ഉണ്ടാവും. ന്യൂറൽ കൺട്രോൾ, അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് എഴുന്നേക്കോ അല്ലെങ്കിൽ സ്ട്രെസ്സ് കൂടുതലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെഡുല ഒബ്ലോങ്കോട്ട, അതായത് ബ്രെയിനിലുള്ള മെഡുല ഒബ്ലോങ്കോട്ട പെട്ടെന്ന് തന്നെ സിസ്റ്റമിക് വെസൽസിന് സിഗ്നൽ കൊടുക്കുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രിക്റ്റ് ചെയ്തിട്ട് ബ്ലഡ് പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഈസ് ഹോർമോണൽ കൺട്രോൾ. ഫൈറ്റ് ഓർ ഫൈറ്റ് സമയത്ത് നമ്മുടെ എപ്പിനെഫ്രിൻ ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും കൂട്ടും. ആ ഒരു സിറ്റുവേഷനിലും അങ്ങോട്ട് എത്തുന്ന നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ട് എപ്പോഴും സെയിം ആയിരിക്കണമെന്നില്ല. സോ ഇതൊക്കെയാണ് റെഗുലേഷൻ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. സെയിം എമൗണ്ട് ആയിരിക്കത്തില്ല ഈ ഒരു കണ്ടീഷനിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ നിന്ന് ആ ഒരു സ്പെസിഫിക് സൈഡിലോട്ട് എത്തുന്നത്. So conclusion, systemic circulation is an extensive long loop circuit of the cardiovascular system. Systemic circulation എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാ സെൽസിലോട്ട് എത്തിക്കുന്നതും അവിടെ നിന്നും ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്ത് തിരിച്ച് ഹാർട്ടിലോട്ട് എത്തിക്കുന്നതും ഈ സിസ്റ്റമിക് സർക്കുലേഷൻ വഴിയായിരിക്കും. പൾമോണറി സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലങ്സിലോട്ട് മാത്രമായിരിക്കും ഇത് സർവീസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ കേസിൽ, നമ്മുടെ സിസ്റ്റമിക് സർക്യൂട്ടിൻ്റെ കേസിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ സെൽസിലോട്ടും ബ്ലഡ് എത്തിക്കുന്നത് ഈ സിസ്റ്റമിക് സർക്യൂട്ട് വഴിയായിരിക്കും. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹൈ പ്രഷറിലും ഹൈ റെസിസ്റ്റൻസിലും ആയിരിക്കും. സോ ഇതാണ് സിസ്റ്റമിക് സർക്കുലേഷനെ പറ്റിയിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ താങ്ക് യു.